തനിക്ക് മുന്നിൽ താൻ കാണാൻ ആഗ്രഹിക്കുന്ന തൻ്റെ ജീവൻ്റെ പാതിയായ വ്യക്തിയാണെന്ന് കണ്ടതും അവളുടെ കണ്ണുകൾക്ക് നിറയാതിരിക്കാനായില്ല. അതെ, ആ സ്ഥലോടമ മറ്റാരുമായിരുന്നില്ല, ദേവനായിരുന്നു. ദേവൻ അവളിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് ആഹാരം കഴിക്കാൻ തുടങ്ങി. അത് അവളുടെ മുഖത്തേറ്റൊരടിയായിരുന്നു. എന്നെ മറന്നു? അവൾ ഒരു വേള ചിന്തിച്ചു. ഇല്ല, എന്നെ മറക്കാനൊന്നും ഈ മനുഷ്യനാവില്ല. പിന്നെന്താ? എന്താ മോളെ, മോള് കഴിക്കുന്നില്ലേ? പൊടുന്നനെയുള്ള ഭദ്രന്റെ ചോദ്യത്തിൽ അവൾ ധരിച്ചു. ആ അമ്മാവ, കഴിക്കാം. അപ്പോഴും അവൾ ദേവനിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ ഇരുന്നു. ഇല്ല, ദേവനൊന്ന് നോക്കുന്നത് പോലുമില്ല. തന്നെ മുൻപൊരു പരിചയവുമില്ലാത്ത പോലെയാണ് പുള്ളിയുടെ ഇരിപ്പ്. അവൾ നിസ്സഹായതയോടെ ചിന്തിച്ചു. അല്ലെങ്കിൽ തന്നെ എന്നെ എന്തിനു നോക്കണം? രാത്രിക്ക് രാത്രി അമ്മയുടെ വാക്കും കേട്ട് വന്നതല്ലേ. എനിക്ക് ഇത് തന്നെ വേണം. എന്നെ ഒരുപാട് തിരിഞ്ഞു കാണും, ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. മോനെ, ഇത് കഴിച്ചു നോക്ക്. അമ്മാവൻ വലിയ സൽക്കാരത്തിൽ തന്നെയാണ്. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് മോഡേൺ വസ്ത്രം ധരിച്ചുകൊണ്ട് റാം കടന്നു വന്നത്. ഹായ് ദേവൻ, റാം കൈയുയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ദേവൻ ഒരു ചെറുചിരി അവന് സമ്മാനിച്ചു. ശേഷം വീണ്ടും ആഹാരം കഴിക്കാൻ തുടങ്ങി. അച്ഛാ, ഞാൻ കരുതി സ്ഥലത്തിൻ്റെ ആള് നല്ല പ്രായമുള്ള ആളാവും എന്ന്. ഇത് ചെറിയ പയ്യനാണല്ലോ, റാം അച്ഛൻ്റെ ചെവിയിൽ പറഞ്ഞു. മിണ്ടാതിരിക്കെ. ഈ ചെറിയ പ്രായത്തിൽ ഉണ്ടാക്കിയ സ്വത്തുക്കൾക്ക് കയ്യും കണക്കുമില്ല. ഓ, വലിയ പുള്ളിയാണെന്ന ഭാവത്തിൽ റാം മുഖം നാടകീയമായി പിടിച്ചു. ആ ഗൗരി, താൻ എന്താ കഴിക്കാത്തെ? റാം അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. റാം അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ നെറ്റിയിൽ കൈവച്ച് പനിയുണ്ടോ എന്ന് നോക്കി. അപ്പോഴും ഗൗരി ദേവന്റെ നോട്ടം അവളിലേക്ക് വരുന്നോ എന്ന് നോക്കിയെങ്കിലും അവനൊന്നും അറിയാത്ത പോലെ അവളെ നോക്കുന്നുണ്ടായിരുന്നില്ല. അധികം വൈകാതെ ദേവൻ കഴിച്ചെഴുന്നേറ്റു. ഗൗരിക്ക് എങ്ങനെയെങ്കിലും ദേവനോടൊന്ന് സംസാരിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേവൻ എഴുന്നേറ്റപ്പോൾ കൂടെ എഴുന്നേൽക്കാൻ ഒരുങ്ങിയെങ്കിലും അവളെ തടഞ്ഞുകൊണ്ട് റാം പറഞ്ഞു. നീ എങ്ങോട്ടാ? ഒന്നും കഴിച്ചില്ലല്ലോ, കഴിച്ചിട്ട് പോയാൽ മതി. അപ്പോഴേക്കും ദേവൻ അവന് നൽകിയ റൂമിൽ കയറി വാതിൽ അടച്ചിരുന്നു. കണ്ണുകളിൽ കണ്ണുനീർ തടം കെട്ടി നിന്നു. തൊണ്ടയിൽ എന്തോ വലിയ കല്ല് കുടുങ്ങിയതുപോലെ, നെഞ്ചിൽ വല്ലാത്ത ഭാരം. തന്നെ ഇങ്ങനെ അവഗണിക്കാൻ മാത്രം വലിയ തെറ്റാണോ ഞാൻ ചെയ്തത്? അവൾ ചിന്തയിൽ ഉളറിക്കൊണ്ടിരുന്നു. ആഹാരം കഴിച്ചെന്ന് വരുത്തി ഗൗരി അവിടെ നിന്നും റൂമിലേക്ക് നടന്നു. ദേവന്റെ റൂം മുകളിൽ തന്നെയാണ്. മുകളിൽ 3 റൂമുകളുണ്ട്. ഒന്നിൽ ദേവൻ, മറ്റൊന്നിൽ ഗൗരി, പിന്നത്തിൽ റാം. മുകളിലേക്ക് കയറിയ ഗൗരി ദേവന്റെ റൂമിൻ്റെ അവിടം എത്തിയപ്പോൾ അറിയാതെ നിന്നുപോയി. ഒന്ന് കാണണം, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ദേവനല്ലേ, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. വാതിലിൽ മുട്ടാനൊരുങ്ങിയ നേരമാണ് വാതിൽ ലോക്ക് ചെയ്തത് അവൾ കണ്ടത്. വാതിൽ പതിയെ തുറന്നവൾ അകത്തേക്ക് കയറി. അവിടെ ലാപ്പിൽ കാര്യമായി എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന ദേവനെ കണ്ടതും ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കാനാണ് അവൾക്ക് തോന്നിയത്. എങ്കിലും എന്തോ എവിടെയോ ഒരു അകൽച്ച സംഭവിച്ചിരിക്കുന്നു. ഇനിയെല്ലാം ഒന്നിൽ നിന്നും തുടങ്ങണം എന്ന തോന്നൽ അവളിൽ ഉടലെടുത്തു. എങ്കിലും അവനെയൊന്ന് നോക്കാതെ പോവാൻ അവൾക്കായില്ല. അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു. ബെഡിലിരുന്ന് മടിയിൽ ലാപ്പ് വെച്ച് എന്തോ കാര്യമായ പണിയിലാണ് ദേവൻ. അവൾ അവൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് അവനെ വിളിച്ചു. ദേവാ. അവളിൽ നിന്നും ഒരു കാറ്റ് മാത്രമേ വെളിയിൽ വന്നുള്ളൂ. വീണ്ടും ശ്രമം തുടങ്ങാൻ ഒരുങ്ങിയതും പെട്ടെന്ന് ദേവൻ ലാപ്പ് അടച്ച് അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. അതവളിൽ വല്ലാത്ത ആഘാതം തന്നെ ഉണ്ടാക്കി. അവളുടെ ശരീരം വിറയൽ കൊണ്ട് കാലുകൾക്ക് ബലം പോകുന്നത് പോലെ, കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ. താനിപ്പോൾ നിലത്തേക്ക് പതിക്കും. അവളുടെ മുഴുവൻ ശക്തിയും ചോർന്നു തുടങ്ങി. മുഖത്തേക്ക് വെള്ളം തളിക്കുമ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. ഗൗരിമോളെ, എന്ത് പറ്റി? അമ്മായി ശില്പ വിറയലോടെ തിരക്കി. അവൾക്ക് ചുറ്റും റാം, അമ്മായി, അമ്മാവൻ എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും അവൾ കാണാൻ ആഗ്രഹിച്ച ആൾ മാത്രം ഉണ്ടായില്ല. മോളെ, എന്താ പറ്റിയേ? മോളെങ്ങനെ ഇവിടെ എത്തി? മോളുടെ റൂം അവിടെയല്ലേ? അങ്ങനെ 100 ചോദ്യങ്ങൾ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കെൽപ്പായതും ഗൗരി ആ ശബ്ദം കേട്ടു. എന്തായി? ആ കുട്ടിയുടെ അസുഖം മാറിയോ? അത് മറ്റാരുമല്ല, ദേവനായിരുന്നു. കുട്ടിയോ? എന്തോ അപരിചിതയെ പോലെ തന്നെ മാറ്റി നിർത്തുന്നത് കണ്ടതും അവൾക്ക് വീണ്ടും അസ്വസ്ഥത തോന്നി. ആ മോനെ, ഇപ്പോൾ ബോധം വന്നേ ഉള്ളൂ. എങ്കിലും ഇവിടെ എങ്ങനെ? ആ കുട്ടി പുറത്ത് വീണ് കിടക്കുകയായിരുന്നു. ഞാനാ റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയേ. അവൻ പറയുന്ന നുണ കേട്ട് അവൾക്ക് കാതുകൾ ധരിച്ചുപോയി. ആ റൂമിലേക്ക് അവൾ വന്നത് വ്യക്തമായി അവൾക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്തിന് ദേവൻ ഇങ്ങനെ പറഞ്ഞു? ഓ ദേവൻ, നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു, റാം പറഞ്ഞു. ദേവൻ എന്തിനെന്നർത്ഥത്തിൽ പുരികമുയർത്തി. കാരണം അവളെൻ്റെ മുറപ്പെണ്ണല്ലേ, പോരാത്തതിന് ഗർഭിണിയും.
നിങ്ങൾക്കറിയാതെ എടുത്ത് എവിടെയെങ്കിലും വെച്ച് കുത്തിയാൽ അവൾക്കും കുഞ്ഞിനും അത് പ്രശ്നമായേനെ. ഓ സോറി റാം, ഇനി അങ്ങനെ ഉണ്ടായാൽ വിളിക്കാം. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞില്ലേ? ദേവൻ ഒന്നുമില്ലാത്ത പോലെ പറഞ്ഞു. ഗൗരി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? റാം അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അപ്പോഴും നിറഞ്ഞ കണ്ണുകളോടെ അവൾ ദേവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾക്ക് നേരെ ഒരു ചെറുനോട്ടം പോലും അവൻ നൽകിയില്ല. മിസ്റ്റർ ഭദ്രൻ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒന്ന്. അതുകൂടെ കേട്ടതും അവൾക്ക് ഭൂമി പിളർന്ന് താഴെ പോയിരുന്നുവെങ്കിൽ എന്ന് വരെ തോന്നി. അതിനെന്താ മോനെ, മോൻ കിടന്നു. മക്കളെ വാ, ശില്പ വാ. ഭദ്രൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ആ റൂമിന് വെളിയിലേക്ക് വന്നു. അല്പനേരം കഴിഞ്ഞ് ഗൗരിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ദേവനിൽ നിന്നും ഇങ്ങനെയൊരു അകൽച്ച ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചതല്ല. കണ്ണുകൾ പലതും ഓർത്ത് നിറഞ്ഞു വന്നു. ഇതേ സമയം റൂമിൽ ദേവന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. റാമിൻ്റെ അവളുടെ മേലുള്ള അധികാരം എല്ലാം അവനെ ചൂട് പിടിപ്പിച്ചിരുന്നു. പിന്നെയും അവൻ്റെ ക്ഷമ കൊണ്ട് മാത്രമാണ് റാം ഇപ്പോഴും ജീവനോടെയുള്ളത് തന്നെ. അവളുടെ വയറെല്ലാം വലുതായി. ദേവൻ ചിരിയോടെ ആലോചിച്ചുകൊണ്ട് കിടന്നു. ഒരുപാട് നിനക്ക് വേണ്ടി അലഞ്ഞതാണ് ഗൗരി ഞാൻ. ഭ്രാന്ത് പിടിക്കും പോലെയായിരുന്നു എനിക്ക്. നിനക്കും മറിച്ചാവില്ല എന്നറിയാം. എന്നാലും നീ കുറച്ചുകൂടെ എന്നെ മനസ്സിലാക്കാനുണ്ട്. അതുവരെ ഞാൻ നിന്നിൽ നിന്നും ഇങ്ങനെ വഴുതിമാറിക്കൊണ്ട് തന്നെ ഇരിക്കും. പെട്ടെന്ന് വാതിലിന് പുറത്തൊരു തട്ട് കേട്ടു. ദേവൻ ചെന്ന് വാതിൽ തുറന്നു. അവിടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഗൗരി നിൽപ്പുണ്ട്. മുൻപെങ്ങും കണ്ട് പരിചയമില്ലാത്ത ഒരാളെ പോലെ ദേവൻ അവളെ സൂക്ഷിച്ചു നോക്കി. മതി, നിർത്തിയേക്ക് ഈ അഭിനയം, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പുരികമുയർത്തി അവൾ അവനെ ഒന്ന് നോക്കി. മതി ദേവ, എനിക്കിനിയും ഇങ്ങനെ പറ്റില്ല. അതിനും അവനിൽ നിന്നും മറുപടി ഒന്നും തന്നെ ഉണ്ടായില്ല. പെട്ടെന്ന് അങ്ങോട്ടേക്ക് റാം കടന്നു വന്നു. എന്താ എന്താ ഇവിടെ? അല്ല, എന്താ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? ഗൗരിയെ നോക്കി റാം തിരക്കി. അറിയില്ല, ഈ കുട്ടി കരഞ്ഞോണ്ട് വരുന്നത് കണ്ടു. ഗൗരി, എന്താ, എന്തു പറ്റി? വന്നേ. അത്രയും പറഞ്ഞുകൊണ്ട് റാം അവളുടെ തോളിൽ കൈയിട്ട് അവളെ കൂട്ടി നടക്കാനാഞ്ഞു. അവന്റെ കോപം അതിന്റെ മൂർധന്യാവസ്ഥയിൽ തളച്ചു നിന്നു. കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ട് ദേവൻ വാതിലിൽ ആഞ്ഞൊരു ഇടി കൊടുത്തു. അതിന്റെ ശബ്ദം അതിഗംഭീരമായിരുന്നു. ഗൗരിയുമായി പോകാനാഞ്ഞ റാം ഞെട്ടലിൽ തിരിഞ്ഞു നോക്കി. ദേവന്റെ കണ്ണുകൾ തീ ജ്വലിക്കും പോലെ ചുവന്നിരുന്നു. കാരണം എന്താണെന്നറിയാതെ റാം ഉഴറി. ദേവനോട് കാര്യം തിരക്കാനുള്ള ധൈര്യമൊന്നും റാമിനില്ലാത്തതുകൊണ്ട് തന്നെ അതിന് മുതിർന്നില്ല. അവൻ ഗൗരിയെയും കൂട്ടി നടന്നു. എൻ്റെ പെണ്ണിനെ തൊടാൻ മാത്രം ആയോ നീ? ദേവൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് റൂമിൻ്റെ വാതിൽ വലിച്ചടച്ചു. ഗൗരി, എന്താ പറ്റിയേ? നീ ഓക്കെ അല്ലേ? അത് ചോദിച്ച് റാം മുന്നോട്ടേക്കാഞ്ഞതും ഗൗരി അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവളുടെ മുറിയിൽ കയറി വാതിൽ ശക്തിയിൽ വലിച്ചടച്ചു. ഇഞ്ഞും മറിഞ്ഞും കിടന്നെങ്കിലും ദേവനെയും ഗൗരിയെയും നിദ്രാദേവി ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. അപ്പയ്ക്ക് മോളെ വേണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, അമ്മയെ മുൻപെങ്ങും പരിചയമില്ലാത്ത പോലെ കാണുന്നത്. ഗൗരി വയറ് പതിയെ തടവിക്കൊണ്ട് ഏങ്ങലോടെ പറഞ്ഞു. ഒരു വട്ടം കൂടെ ദേവനെ കാണാൻ അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഒന്നും നോക്കാതെ വീണ്ടും എഴുന്നേറ്റവൾ റൂമിൻ്റെ വാതിൽ തുറന്നു. അപ്പോഴാണ് അവളുടെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റാമിനെ അവൾ കണ്ടത്. അവനെ കണ്ടതും അവൾ വാതിലടച്ച് ഒരു കിതപ്പോടെ ബെഡിലേക്ക് തന്നെ ഇരുന്നു. ഇവന് ഉറക്കമില്ലേ? ഗൗരിയോട് നെടുവീർപ്പോടെ ചോദിച്ചു. പെട്ടെന്ന് അവളുടെ റൂമിൻ്റെ കീഹോളിൽ ആരോ ചാവിയിട്ട് തിരിക്കുന്ന ശബ്ദം കേട്ടു. ഗൗരി ഒരു ഞെട്ടലോടെ അങ്ങോട്ടേക്ക് നോക്കി. എൻ്റെ കയ്യിലുള്ള കീ അല്ലാതെ മറ്റൊരു കീ ഈ റൂമിനുണ്ടായിരുന്നു. ഗൗരിയിൽ സംശയം ഉടലെടുത്തു തുടങ്ങി. ഉറക്കം നടിച്ചവൾ കിടന്നു. റൂം തുറന്ന് റാം അകത്തേക്ക് കയറി. അവിടെ നല്ല ഉറക്കത്തിലെന്ന വണ്ണം കിടക്കുന്ന ഗൗരിയെ നോക്കി അവൻ അങ്ങനെ നിന്നു. നിന്നെ കണ്ടെത്താൻ ഞാൻ ഒരുപാട് വൈകി ഗൗരി. കണ്ടെത്തിയപ്പോഴേക്കും നീ മറ്റൊരുത്തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുമായി. സാരില്ല, ഇപ്പോൾ നീ എൻ്റെ ആണല്ലോ. നിന്റെ ആ ഗടാഗടിയൻ ഭർത്താവ് നിന്നെ കണ്ടെത്തും മുന്നേ നിന്റെ കഴുത്തിൽ ഈ റാം താഴെ ചാർത്തിയിരിക്കും. പതിയെ റാം അവളുടെ കാലിൽ പിടുത്തമിട്ടു. കാൽവിരലുകളിൽ അവൻ്റെ ചുംബനമേൽക്കും മുന്നേ അവൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി അവിടെ ഉയർന്നു. ഗൗരി ഞെട്ടി എഴുന്നേറ്റപ്പോൾ തനിക്ക് മുന്നിൽ മുഖം ചോരയിൽ വാർന്ന റാമിനെയാണ് അവൾ കണ്ടത്. റാം പരിഭ്രാന്തിയിൽ പലയിടത്തേക്ക് നോക്കുന്നുണ്ട്. എങ്കിലും അവിടെയെങ്ങും ആരെയും തന്നെ അവൻ കണ്ടില്ലായിരുന്നു. മുകളിൽ നിന്നും ഉച്ചത്തിലുള്ള അലർച്ച കേട്ടാണ് ഭദ്രനും ഭാര്യ ശില്പയും ഓടി വരുന്നത്. എന്താ, എന്ത് പറ്റി മക്കളെ? അയ്യോ മോനെ, എന്താ മോനെ, എന്ത് പറ്റി? അല്ല, അറിയില്ല, ആരാ മോനെ? മോനെ എങ്ങനെ ചെയ്തത്? മൂക്കിൽ നിന്നും നിൽക്കാതെ രക്തം ഒലിച്ചുകൊണ്ടിരുന്നു. അല്ല റാം എങ്ങനെ ഇവിടെ എത്തി? ഗൗരി ചോദിച്ചതും റാം എല്ലാവരെയും ഒന്ന് നോക്കി. അതേ മോനെ, മോനെങ്ങനെ മോളുടെ റൂമിലെ?
അച്ഛൻ ഭദ്രനും സംശയം പ്രകടമാക്കി തന്നെ ചോദിച്ചു. റാമിന്റെ പക്കൽ അതിനുള്ള മറുപടി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ മൗനമായി നിന്നു. മോൻ വാ, നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം. ശില്പ കരഞ്ഞുകൊണ്ട് റാമിനെ പിടിച്ച് മുന്നോട്ടേക്ക് നടന്നു. മോനെ, എന്താ എന്താ ശരിക്കും ഉണ്ടായത്? ഭദ്രൻ ചോദിച്ചു. അറിയില്ല അച്ഛാ, ഞാൻ ആ റൂമിൽ കയറിയതേ ഓർമ്മയുള്ളൂ. പിന്നെയൊന്നും ഓർമ്മയിലില്ല. അല്ല മോനെ, നീ എന്തിനാ ആ മോളുടെ റൂമിലേക്ക് പോയത്? ശില്പ വീണ്ടും തിരക്കി. അതിനവൻ ഒന്നും മിണ്ടിയില്ല. ഗൗരിയുടെ മുഖത്ത് ഒരു ചെറുചിരി വിരിഞ്ഞു. ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ, അവൾ മനസ്സിൽ ചിരിയോടെ പറഞ്ഞു. പതിയെ അവൾ ദേവന്റെ റൂമിലേക്ക് നടന്നു. റൂം ലോക്കായിരുന്നു. അവൾ 1-2 തവണ ചിന്തിച്ച ശേഷം റൂമിന്റെ ഡോറിൽ 2 തട്ട് കൊടുത്തു. അധികം വൈകാതെ റൂം തുറന്നു. ദേവൻ ഉറങ്ങിയില്ല എന്ന് അവൻ്റെ മുഖം കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി. അവൾ അവനെ ആഞ്ഞൊരു തള്ളു തള്ളി റൂം അടച്ചു. എന്തിനാ ഇങ്ങനെ ചെയ്ത്? കപടദേഷ്യത്തോടെ അവൾ ചോദിച്ചു. എങ്ങനെ? റൂമിൽ വന്ന് റാമിനെ അടിച്ച് ഒന്നും അറിയാത്ത പോലെ വന്ന് നിൽക്കുന്നത് എന്തിനാ? ഞാൻ റാമിനെ അടിച്ചിട്ടുമില്ല, നിങ്ങളുടെ സ്വകാര്യതയിൽ ഒളിഞ്ഞു നോക്കിയിട്ടുമില്ല. അത് കേട്ടതും അവൾക്ക് വല്ലായ്മ തോന്നി. സ്വകാര്യതയോ? ആ, നിന്റെ മുറച്ചെറുക്കനല്ലേ, നിന്നെ കെട്ടാൻ പോകുന്ന പയ്യൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ രഹസ്യങ്ങളുണ്ടാകും? അവൻ പുച്ഛത്തിൽ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. ചവിട്ടിത്തുള്ളിക്കൊണ്ട് ഗൗരി അവന് നേരെ പാഞ്ഞു ചെന്നു. എന്താ പറഞ്ഞത്? അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു.